ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ചൊവ്വാഴ്ചയിലെ ഈ സന്നിധിയിലെ നല്ലിടയനായ ഈ ധ്യാന കേന്ദ്രത്തിലെ നമ്മളായിരിക്കുമ്പോൾ, നല്ലിടയൻ്റെ നാമത്തിലുള്ള ഈ ധ്യാന കേന്ദ്രത്തിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കാനായിട്ട് ദൈവം നമ്മളോട് പറയുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. നമുക്കറിയാം, മുഴുവനായിട്ടും സമർപ്പിക്കാന്ന് പറഞ്ഞ എന്താ? മുഴുവനായിട്ട് സമർപ്പിക്കാന്ന് പറഞ്ഞ നമ്മുടെ ജീവനും സമർപ്പിക്കണം. അതാണ് മുഴുവനായിട്ട് സമർപ്പിക്കാന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ അധരങ്ങൾ കൊണ്ട് പറയും, പക്ഷേ പ്രവൃത്തിയിലെത്തുമ്പോൾ അത് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ എന്താ വേണ്ടത്? അല്ലെങ്കിൽ പ്രവർത്തിക്കണം. അതാണ് സുവിശേഷ പ്രഘോഷണം. ആവശ്യമെങ്കിൽ മാത്രം മതി നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെയാണ് നമ്മളുടെ ഈ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, വിശുദ്ധനായിട്ടുള്ള ഡാമിയനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ അതിരൂപതയിലെ തൃശ്ശൂര് മേരിമാത സെമിനാരിയുടെ തൊട്ടടുത്ത് നമുക്കൊരു ഇങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ കേന്ദ്രമുണ്ട്. അതിൻ്റെ പേര് ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അവിടെ ഞാൻ ഫിലോസഫി സെമിനാരിയിൽ പഠിച്ചത് മേരിമാത സെമിനാരിയിലാണ്. അപ്പൊ ഈ ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വരുന്നവര് ഈ സെമിനാരിയുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലാണ് താമസിക്കുന്നത്. ചെറിയ വീടുകളാണ്. നമ്മൾ ആ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും, ആ വീട്ടിലെ പല ചേട്ടന്മാരുടെയും കൈകളിലും കാലുകളിലും നമുക്കുള്ളതുപോലെ വിരലുകളില്ല. പല വിരലുകളും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം കുഷ്ഠം എന്ന് പറയുന്ന ഒരു രോഗം, അത് സമൂഹത്തിലെ വളരെ ഒരു നീചമായിട്ടുള്ള, അല്ലെങ്കിൽ ആരും അടുക്കാത്ത തരത്തിലുള്ള ഒരു രോഗമായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു സമയത്ത് മൊളോക്കയിലേക്ക് ഈ കുഷ്ഠരോഗം വന്ന ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കാനായി തുടങ്ങി. മൊളോക്ക എന്ന് പറയുന്നത് അതൊരു ദ്വീപാണ്. ആ ദ്വീപിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കാൻ തുടങ്ങി. അപ്പം തുടക്കമൊക്കെ അവിടുത്തെ ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി വൈദികരൊക്കെ പോവുമായിരുന്നു. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങി. അവിടേക്ക് പോയ അച്ഛന്മാരാരും ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. കുഷ്ഠരോഗികളുടെ അടുത്ത് പോയി ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത ആരും ഇങ്ങോട്ട് തിരിച്ചു വരണ്ട, അവിടെ തന്നെ നിന്നാ മതി. അവരും അങ്ങനെ തന്നെ ആഗ്രഹിച്ചത്. അവർക്ക് രോഗമില്ലാത്ത ഒരാളെ കാണുമ്പോൾ അത്ര വലിയ ഇഷ്ടമില്ല. കാരണം ചുറ്റും എല്ലാവരും രോഗമുള്ളവരാണ്. അങ്ങനെ ആ ഭാഗത്തുള്ള ആ മൊളോക്കയുടെ ഉത്തരവാദിത്തമുള്ള പിതാവ്, ആരാണ് അവിടേക്ക് പോകാൻ പറ്റുക എന്ന് ഇങ്ങനെ അച്ഛന്മാരെല്ലാം വിളിച്ചു കൂട്ടി ചോദിച്ചു. അങ്ങനെ അച്ഛന്മാരാരും മിണ്ടില്ല. നമ്മൾ മിണ്ടില്ലല്ലോ. മിണ്ടാൻ പറ്റുമോ? ഇല്ല. അപ്പം ഒരു ചെറുപ്പക്കാരനായ, പട്ടം കിട്ടിയിട്ട് അധികം ഒന്നും ആവാത്ത ഈ ഡാമിയനച്ഛൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, പിതാവേ, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ട്. പിതാവ് മനസ്സില്ലാ മനസ്സോടെ ഈ ചെറുപ്പക്കാരനായിട്ടുള്ള അച്ഛനെ ഈ മൊളോക്കോ ദ്വീപിലേക്ക് അയക്കാം, കുഷ്ഠരോഗികളുടെ അടുത്ത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മാത്രം. ഈ അച്ഛൻ അങ്ങോട്ട് പോകുമ്പോ രോഗികൾക്ക് മനസ്സിലായി, ഈ അച്ഛന് കുഷ്ഠരോഗമില്ല. അപ്പോ രണ്ട് മനസ്സോട് കൂടിയിട്ടാണ് അവിടെ സ്വീകരിക്കണേ. എന്നാൽ കൂടെ അവിടെ ആ ദ്വീപിലുള്ള ചെറിയ പൂക്കളൊക്കെ പറിച്ച് അച്ഛനെ സ്വാഗതം ചെയ്തു. അവിടെ ഉണ്ടാവുന്ന പഴങ്ങളൊക്കെ അച്ഛന് കൊടുത്തു. അച്ഛൻ അവരുടെ ഇടയിലേക്ക് നല്ല മനസ്സോടുകൂടെ ശുശ്രൂഷിക്കാനായിട്ട് പോയി. അങ്ങനെ അച്ഛൻ ശുശ്രൂഷ ആരംഭിച്ചു. തുടക്കം ശുശ്രൂഷ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ ശുശ്രൂഷ വളരെ നന്നായിട്ട് അച്ഛന് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ അച്ഛൻ
അവരിൽ ഒരാളായ പോലെയായി. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അച്ഛൻ ഇങ്ങനെ ഷേവൊക്കെ ചെയ്ത് അത് ചൂടുവെള്ളം ഉപയോഗിച്ച് മുഖമൊക്കെ കഴുകാൻ നോക്കുമ്പോൾ ചൂടുവെള്ളം ഉപയോഗിച്ചത് കുറച്ച് കാലിലേക്ക് വീണപ്പോ അച്ഛനത് മനസ്സിലാവണില്ല. അപ്പൊ അച്ഛൻ ഒരു കാര്യം മനസ്സിലായി, ഞാൻ അവരെ പോലെ ആയിരുന്നു. അവരെ പോലെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഷ്ഠരോഗം വന്നുവെന്ന്. അപ്പൊ ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരുമിച്ച് കൂടിയപ്പോ അച്ഛൻ ഇങ്ങനെ അവരോട് പറഞ്ഞു, കുഷ്ഠരോഗികളായ നമ്മൾ ഒരുമിച്ച് ബലിയർപ്പിക്കാൻ പോവാണ്. കുഷ്ഠരോഗികളായ നമ്മൾ ഒരുമിച്ച് ബലിയർപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ആളുകൾ അച്ഛന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കാൻ തുടങ്ങി. സാധാരണ രീതിയിൽ അച്ഛൻ അമ്മയ്ക്ക് ദ്വീപിലിരുന്ന് കത്ത് എഴുതാറുണ്ടായിരുന്നു. ആ കത്ത് പ്രകാരമാണ് തുടങ്ങാറ്. കുഷ്ഠരോഗികളായ എൻ്റെ സുഹൃത്തുക്കളും ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ അത് മാറ്റി കുഷ്ഠരോഗികളായ ഞങ്ങൾ, അമ്മേ കുഷ്ഠരോഗികളായ ഞങ്ങൾ സുഖമായിരിക്കുന്നു എന്ന്. അങ്ങനെ ഈ കുഷ്ഠരോഗം പിടിപെട്ട് കുഷ്ഠരോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ഇദ്ദേഹം ആ ദ്വീപിൽ വെച്ച് മരിച്ചു പോവാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? അദ്ദേഹം അവിടെ ഒരു ദേവാലയം പണിതു. അദ്ദേഹം അവിടെയുള്ളവർക്ക് താമസിക്കാൻ ഭവനങ്ങളൊക്കെ പണിതു കൊടുത്തു. കുറച്ചാൾ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഈ ശുശ്രൂഷ കണ്ടിട്ട് അധികാരികള് ഈ കുഷ്ഠരോഗികൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ശുശ്രൂഷിക്കാൻ ഇതുപോലെ സിസ്റ്റർമാര് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് ലോകം മുഴുവൻ ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനെ അവരെ കൊണ്ടാകുന്ന രീതിയിൽ ചെറിയ ശുശ്രൂഷകളൊക്കെ ആരംഭിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ എന്താ ചെയ്യണേ? ആടുകൾക്ക് വേണ്ടിയിട്ട് സ്വജീവൻ കൊടുക്കും. ഇവിടെ ഇരിക്കുന്നവരെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സ്വജീവൻ കൊടുക്കും. വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ നിങ്ങളുടെ ജീവൻ? മക്കള് നിങ്ങൾക്ക് വേണ്ടി തരുമെന്ന് അറിയില്ല, സംശയമാണ്. ജീവൻ ഒന്നും തരണ്ടച്ചോ, ഒന്ന് ഫോൺ വിളിച്ചാ മതി, അല്ലെങ്കിൽ ഒന്ന് വന്നാ മതി, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം ആഴ്ചയിൽ ഒരിക്കൽ വന്നിരുന്നാ മതി, 5 മിനിറ്റ്. അപ്പൊ നല്ലിടയനായ ഈശോയെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഈ നല്ലിടയനായ ഈശോ എൻ്റെ ജീവിതത്തില് എപ്രകാരമാണ് എനിക്ക് ഈ അനുഭവമാകുന്നത്. അപ്പൊ ഈ നല്ലിടയനായ ഈശോയ്ക്ക് വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് നമ്മൾ ഓർക്കണം. ഇന്ന് നിങ്ങള് ബസ്സൊന്നും ഇല്ലാതിരുന്നിട്ട് കൂടിയിട്ട് കുറെ പേരൊക്കെ ഇവിടെ വന്നു. നല്ല മഴയുണ്ടായിരുന്നു കാലത്ത്, ഇപ്പൊ കുറച്ച് വെയിലൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഉള്ളിലുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ശ്ലീഹ പറയുന്നുണ്ട്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്തതാണ്, നിർജീവമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രവൃത്തി ഉണ്ട്. എന്ത്? നിങ്ങൾ വരാനുള്ള മനസ്സ് കാണിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കാനായിട്ട്, അതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്, ഈശോയെ സ്വീകരിക്കാനായിട്ട്, ഈ ഒരു ദിവസം ഈശോയുടെ സന്നിധിയിലായിരിക്കാനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഈ സമയം, അത് ദൈവത്തിന്റെ മുൻപിൽ വളരെ വിലയുള്ളതാണ്. പക്ഷേ നമുക്കപ്പോഴും ഈ നല്ല ഇടയനായ ഈശോയോട് താതാത്മ്യപ്പെടാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. സന്യാസി, അദ്ദേഹത്തിന് എപ്പോഴും സന്തോഷമാണ്. അപ്പൊ ഗ്രാമത്തിലുള്ളവരൊക്കെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരും. കാരണം ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമുക്കറിയാം, ചില ആളുകളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും. ചില ആളുകളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലവേദന എടുക്കും. ചില ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് കുർബാന ഏൽപ്പിക്കാനാണ് വരുന്നതെങ്കിൽ കൂടെ കണ്ണി കണ്ടതൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് അവസാനം വിഷമിപ്പിക്കും. ചില ആൾക്കാരെ വളരെ ശാന്തമായി, വളരെ പോസിറ്റീവായി നമ്മളോട് എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കും. ചില വീടുകളിലേക്ക് പോകുമ്പോൾ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ചില വീടുകളിൽ കയറി ചെല്ലുമ്പോൾ രൂപത്തിന്റെ അവിടേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത്, പ്രാർത്ഥന ഒന്നുമില്ല. വീട്ടിലുള്ളവര് പള്ളി വളരെ ചുരുക്കമായിട്ടാ കാണാറുള്ളൂ. പള്ളി ചുരുക്കമായിട്ട് കാണുന്നവര് രൂപക്കൂട് കാണുന്നത് വളരെ ചുരുക്കാവുമല്ലോ. അതെ,
ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി ഒന്നും ഉണ്ടാവില്ല. തിരിച്ചു പോരുമ്പോ നമുക്ക് ചിലപ്പോ ചെറിയ തലവേദനയും അല്ലെങ്കിൽ കുറച്ച് വിഷമത്തോടു കൂടെ തിരിച്ചു പോരേണ്ടി വരും നമ്മള്. അപ്പൊ ഈ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ഈ മനുഷ്യന്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. ഈ ഗ്രാമത്തിലെ ഈ മനുഷ്യനെ കണ്ടിട്ട് ഈ ആളുടെ കൂടെ ശിഷ്യന്മാരാവാൻ കുറെ ആളുകൾ വന്നു. അപ്പൊ ഈ മനുഷ്യന്റെ മരണം ഏകദേശം അടുത്ത പോലെ ഈ മനുഷ്യന് മനസ്സിലായി. അപ്പൊ ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം, ഈ മരണം എന്ന് പറയുന്നത് അതിങ്ങനെ ദുഃഖിക്കാനുള്ള ഒരു കാര്യമല്ല. അപ്പോ ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങള് എന്നെ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട, എന്നെ ഒരു കസാരയിൽ പിടിച്ചിരുത്തണം, എൻ്റെ ആത്മാവ് ശാന്തമായിട്ട് പോവാൻ അനുവദിക്കണം. എന്നെ ഒരു കസാരയിൽ പിടിച്ചിരുത്തണം, എൻ്റെ ആത്മാവ് ശാന്തമായിട്ട് പോകാനായിട്ട് നിങ്ങൾ അനുവദിക്കണം. ഇനി നിങ്ങൾ എന്നെ പിടിച്ച് കുളിപ്പിക്കാൻ നിൽക്കൊന്നും വേണ്ട, ഞാൻ കുളിച്ചിട്ട് വളരെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഹാപ്പി ആയിട്ടാണ് ഇരിക്കണേ. എന്നെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചിതയിൽ വെച്ചാൽ മതി. അപ്പം ഈ ശിഷ്യന്മാരെ ഗുരു പറഞ്ഞതല്ലേ, ഗുരു പറഞ്ഞതനുസരിച്ച് ചെയ്യാന്നുള്ള തീരുമാനം. അങ്ങനെ ഇദ്ദേഹം മരിച്ചു. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ഒരു കസേരയിലിരുത്തി കുറച്ച് ഒരു 2-2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശിഷ്യന്മാര് ഇദ്ദേഹത്തിന്റെ ഈ ശരീരം എടുത്തിട്ട് കെടുത്താൻ നോക്കി. കെടുത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ശിഷ്യന്മാര് കുറച്ചുപേര് തലയുടെ ഭാഗത്തും കുറച്ചുപേര് കാലിന്റെ ഭാഗത്തു നിന്നും ഈ കുട്ടികള് ഒരു കളിയില്ലേ, സീസോ എന്ന് പറഞ്ഞ, ഒരാൾ താഴുമ്പോ ഒരാൾ പൊങ്ങും, ഒരാൾ പൊങ്ങുമ്പോ ഒരാൾ താഴും, അതുപോലെയായി തുടങ്ങി ശരീരം. അപ്പൊ ഇത് കണ്ടിട്ട് അവിടെ കിടന്ന കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി. കാരണം ശിഷ്യന്മാരെ മരിച്ച മനുഷ്യന്റെ മേത്ത് ഇങ്ങനെ ഇദ്ദേഹം നിവരാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. കുട്ടികൾ ചിരിക്കണ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ വലിയവരും ചിരിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ മൊത്തം ചിരിയായി. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ മരണം ആഘോഷാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തെന്നറിയോ? ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഉള്ളിലൊക്കെ ഈ കമ്പിത്തിരിയും പടക്കവും മത്താപ്പും സാധനങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ചിതയിൽ കൊണ്ടുവച്ചപ്പോ അവിടെ ഈ കമ്പിത്തിരിയും സാധനങ്ങളൊക്കെ കത്തി തുടങ്ങി, അതിങ്ങനെ പൊട്ടിത്തെറിച്ചു. അപ്പോ മരണം പോലും ആഘോഷമാക്കാൻ പറ്റുക എന്നുള്ളത് അത് ഏറ്റവും വലിയ കാര്യമാണ്. സന്തോഷമുള്ള ആളുകൾക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. മരണം പോലും ആഘോഷമാക്കാൻ പറ്റുക അത് സന്തോഷമുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ ലോകത്ത് ഒരു മനുഷ്യൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് സകല കടങ്ങളും വീട്ടി ഈ ഭൂമിയിൽ നിന്നും മിഴി പൂട്ടിപ്പോയത്. അതാരാ? ഈശോ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്ത്? എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. അപ്പൊ നമ്മളിവിടെ ജീവിച്ചിരിക്കണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കടങ്ങളൊക്കെ വിട്ടാണ്ട്. നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാനുള്ളതല്ല. അല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുക. അത് മാത്രം മതി. അതാണ് നിങ്ങളിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കടങ്ങളൊക്കെ വീട്ടാനുണ്ട്. ആ കടങ്ങൾ വീട്ടാനുണ്ടെന്ന് പറയുന്നത് നമ്മളെ കൊണ്ടാകുന്ന നന്മകൾ ഈ ഭൂമിയിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. നമ്മളെ കൊണ്ടാകുന്ന നന്മകൾ ഈ ഭൂമിയിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സന്തോഷത്തോടു കൂടെ മരിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അവര് കസാരയിലൊക്കെ കയറ്റിയിരുത്തിയിട്ട് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ചെണ്ടയൊക്കെ കൊട്ടിയിട്ടാണ് വിലാപയാത്ര പോവാ. നമ്മള് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടണ കാട്ടായങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മരിക്കണ വരെ ഒന്നും ചെയ്യില്ല. മരിച്ചു കഴിഞ്ഞിട്ട് കാട്ടണ കാട്ടായങ്ങളാണ്. അത് കണ്ടാ ചിരിക്കാൻ തോന്നും നമുക്ക്. പിന്നെ ആ സമയത്ത് ചിരിക്കാൻ പറ്റില്ലല്ലോ. ആ വീട്ടിലുള്ളവരെ ശരിക്കും അറിഞ്ഞാലാണ് നമുക്ക് ചിരിക്കാൻ തോന്നുക, അല്ലാത്തവർക്ക് ചിരിക്കാൻ തോന്നില്ല. നമുക്കുണ്ട് ഒരു സംസ്കാരം. അതെന്ത് സംസ്കാരമാണെന്നറിയോ? ശവസംസ്കാരം.
അപ്പൊ ഈ ശവസംസ്കാരത്തിന് നമ്മൾ കാട്ടിക്കൂട്ടുന്ന കാട്ടായങ്ങള്, നമ്മള് മരിക്കണ മനുഷ്യനെ മര്യാദയ്ക്കൊന്നും നോക്കിയിട്ട് പോലും ഒന്നും ഉണ്ടാവില്ല. ആ മരിക്കണേക്ക് മുമ്പ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരച്ചിലും ബഹളവും ഓളിയും എന്തൊക്കെ ചെയ്യണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. ആ മനുഷ്യന് സമാധാനത്തോടു കൂടെ കടന്നു പോകാൻ ചിലപ്പോൾ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾക്ക് മരിച്ചതിന് ശേഷമല്ല നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ, ഈ കാട്ടിക്കൂട്ടലുകൾ. നിങ്ങൾ മരിക്കണേക്ക് മുമ്പ് ആ മനുഷ്യന് ഒരു ഉമ്മ കൊടുത്തത് കൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി, മരിച്ചു കഴിഞ്ഞാൽ അയാൾക്കത് അറിയില്ല ആരാ വന്ന് നിങ്ങൾ അയാളെ ചുംബിക്കണേന്ന്. മരിക്കുന്നതിന് മുമ്പാ ഇതൊക്കെ ചെയ്യേണ്ടത്. മരിക്കുന്നതിന് മുൻപ് നമ്മുടെ കൂടപ്പറപ്പിന്റെ കൂടെ ഇരിക്കണം നമ്മള്. മരിക്കുന്നതിന് മുമ്പ് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റണം. ഈശോ അതുകൊണ്ടാ ഈശോയുടെ മരണം പോലും ആഘോഷമാക്കി മാറ്റുന്നത്. ഈശോക്ക് അറിയാമായിരുന്നു ഈശോയെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൊല്ലാൻ കൊണ്ടുപോകുന്നു. നമ്മള് ഓശാന ഞായറാഴ്ച വായിക്കുന്നുണ്ട് അല്ലെ? ഓശാന ഞായറാഴ്ച നമ്മൾ എന്താ വായിക്കണേ? ആളുകള് വസ്ത്രങ്ങൾ വിരിക്കണു, വഴിയില് മറ്റേ കൊമ്പുകളും മരച്ചില്ലകളും ഒക്കെ വിരിക്കണു, കഴുതപ്പുറത്ത് രാജാവായിട്ട് ദേ ഞങ്ങളുടെ രാജാവ് വരുന്നു, ദാവീദിന്റെ പുത്രൻ ഓശാന എന്നൊക്കെ പറയണു. കുറച്ചു കഴിഞ്ഞ് ഈ മനുഷ്യന്മാരെന്താ പറയണേ? ദേ അവനെയാണ്, അവനെ തന്നെ ക്രൂശിച്ചാൽ മതി, വേറൊരാളെ ക്രൂശിക്കണ്ടെന്ന് പറയണേ. ആകെ കൂടെ ഞായറാഴ്ചയുടെയും വെള്ളിയാഴ്ചയുടെയും ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഈശോയ്ക്ക് ആ ഞായറാഴ്ച അറിയാമായിരുന്നു, ഈ ഞായറാഴ്ച എന്നെ രാജാവെന്ന് പറയുന്നവരെല്ലാവരും ഈ വെള്ളിയാഴ്ച എന്നെ ക്രൂശിക്കാൻ പറയുന്നു. എന്നിട്ട് പോലും മരണം ആഘോഷമാക്കുന്ന ഒരു ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഇവരുടെ കൂടെ നടന്ന് ഈ ഞായറാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ബലിയർപ്പിക്കാനുള്ള പാപപരിഹാര ബലിക്കുള്ള ഈ ആടിനെ തെരഞ്ഞെടുക്കുന്നത്. ഈ പാപപരിഹാര ബലിക്കുള്ള ആടായിട്ട് മാറുകയാണ് ഈശോ സ്വയം. നമുക്ക് ചിലപ്പോ ആടായിട്ട് മാറാൻ പറ്റിയില്ലെങ്കിലും ഈശോ കയറിയിരുന്ന കഴുതയായിട്ട് മാറാൻ പറ്റൂല്ലോ. കഴുതയായിട്ട് നമ്മൾ മാറുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിക്കോ, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നോക്കിക്കോ. ചിലപ്പോ നമ്മളെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈശോക്ക് ഇരിക്കാനുള്ള കഴുതിയായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നമ്മളെ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. നിങ്ങൾ കർത്താവിനോട് നന്ദി പറഞ്ഞോ, കർത്താവിനെ ഉപയോഗിക്കാനുള്ള കഴുതിയായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. വീട്ടില് നിങ്ങൾക്ക് ഒരു സ്ഥാനവും കിട്ടുന്നില്ല, ഒരു പേടിയും പേടിക്കണ്ട. കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ കഴുതേനെ അവിടുന്ന് വാങ്ങണേ. അപ്പോ നമ്മൾ വിചാരിക്കരുത് എനിക്ക് ശക്തിയില്ലല്ലോ, എനിക്ക് ബലമില്ലല്ലോ, എനിക്ക് യാതൊരു വിലയില്ലല്ലോ, എന്റെ കയ്യിൽ കാശില്ലല്ലോ, ആകെ കൂടിയുള്ളത് ശരീരം. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഹാർട്ടിനുള്ള കംപ്ലൈന്റും ഒക്കെ കൂടിയിട്ട് മരുന്ന് കഴിക്കാൻ മാത്രമേ ഉള്ളൂ. ഇതുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാസം മാസം മരുന്ന് വാങ്ങാൻ തന്നെ തികയില്ലേ അതുകൊണ്ട്. അപ്പോ നിങ്ങൾ വിചാരിക്കണ്ട ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്ക് 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞവരൊക്കെ ആണെങ്കിലും ഈശോക്ക് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അഷ്ടസൗഭാഗ്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ വായിക്കണേ? എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് പിന്നെ ആഹ്ലാദിക്കണം. ആദ്യം ആനന്ദിക്കണം, പിന്നെ ആഹ്ലാദിക്കണം. പറ്റോ? ഓ, ഇത് എന്തൊരു പരിപാടി അച്ഛാ. കർത്താവ് സുവിശേഷത്തിൽ ഇതിങ്ങനെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങള് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഇടയ്ക്കുള്ള ശുദ്ധീകരണ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം വേണ്ട നമുക്ക്. പക്ഷെ നമുക്കുള്ള പ്രശ്നം, എനിക്ക് ശുദ്ധീകരണ സ്ഥലം ഇല്ലാണ്ട് സ്വർഗത്തിൽ കയറുമ്പോ എന്തോ കുറവ് പോലെയാ. അത് കാരണം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ധ്യാനത്തിന് പോവും, ഇങ്ങനെ വചനമൊക്കെ കേൾക്കും. അത് കഴിഞ്ഞാൽ വചനം പറയാനുള്ള സാഹചര്യം ഉണ്ടാവുമ്പോ നമ്മൾ ചിലപ്പോ പറയില്ല, വേണ്ട ഇനി ഞാൻ പറഞ്ഞിട്ട് ആരെങ്കിലും മാനസാന്തരപ്പെട്ടാല അത് വേണ്ട, അത് പാടില്ല. ഞാൻ നന്നായിട്ടില്ല, ഇനി ഞാൻ പറഞ്ഞിട്ട് ആരെങ്കിലും നന്നായാല. അപ്പം നമുക്കുള്ള ഒരു പ്രശ്നം, നമ്മള് വചനം കേൾക്കും, പക്ഷെ വചനം പാലിക്കാൻ പറ്റണില്ല. അച്ഛൻ എന്നിട്ട് പറയണ, അച്ഛനും പാലിക്കാൻ പറ്റണ്ട, എനിക്ക് പാലിക്കാൻ പറ്റണില്ല. നമ്മള് തുല്യരാണ്.
നമ്മൾ ഈ കാര്യത്തിൽ തുല്യരാണ്, തുല്യ ദുഃഖിതരാണ്. പക്ഷേ നമുക്ക് ഇത് പാലിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് പാലിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാലോ. പാലിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് പാലിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും. ഇതെനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇന്ന് വരാൻ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കണേ, അല്ലെങ്കിൽ ഇന്ന് വരാണ്ടിരിക്കാൻ എന്തോരം കാരണങ്ങളുണ്ട്. ഇന്ന് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് നിങ്ങൾ ഇവിടെ എത്തി. അപ്പോ ഈ സന്തോഷത്തോടുകൂടെ ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകാൻ പറ്റുക എന്നുള്ളത് അത് ഏറ്റവും വലിയ കാര്യമാണ്. ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കടന്നു പോകുമ്പോ ആകെ കൂടെ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോ സ്വർഗത്തേക്കുള്ള ആ പാസ്പോർട്ടും വിസയും ടിക്കറ്റും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് മാത്രം. നമ്മൾ ഒരു ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോ ഈ സാധനം കൊണ്ടുപോയില്ലെങ്കിൽ ടിക്കറ്റ് എടുത്താലും കാര്യമൊന്നുമില്ല. എത്ര രൂപ വരെ ടിക്കറ്റ് ആയാലും കാര്യമില്ല. പാസ്പോർട്ട് ഇല്ലെങ്കിൽ വിസ ഇല്ലെങ്കിൽ നമ്മളങ്ങോട്ട് കടത്തിവിടില്ല. അപ്പോ സ്വർഗത്തെ പോകാനായിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ട് എപ്പോ ഒന്ന് വിളിച്ചാലും സന്തോഷത്തോടു കൂടെ പൊക്കോ. അതുകൊണ്ട് വിശുദ്ധ ഡൊമിനിക് സാവിയോ ഓറട്ടറിയിലായിരുന്ന സമയത്ത് ഈ യുവജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് പറയുന്ന പേരാണ് ഓറട്ടറി. ഡോൺ ബോസ്കോ അങ്ങനെ ഒരുപാട് ഓറട്ടറികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ഈ ഡൊമിനിക് സാവിയെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഈ ഡൊമിനിക് സാവിയോയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഡോൺ ബോസ്കോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇപ്പൊ മരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നീ ഇപ്പൊ മരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ കളിച്ചുകൊണ്ടിരിക്കും. നമ്മളാണെങ്കിലാ സംഭ്രമം, വെപ്രാളം, എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാണ്ട് അതും കൂടി ചെയ്തിട്ട് വരാം. നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. വിളിക്കാനുള്ള സമയത്ത് ദൈവം നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് സദാ ജാഗരൂകരായിരിക്കുവിൻ. സദാ ജാഗരൂകരായിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ നിമിഷവും നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ റെഡി ആയിരിക്കണം. കുട്ടികളോട് ചോദിക്കും, കളിക്കാൻ റെഡിയാണോ, ആരെയും റെഡിയും ചോദിക്കുമ്പോൾ കുട്ടികളൊക്കെ കൂടി ഓളിയിടും. യെസ് എന്ന് പറഞ്ഞ് ഓളിയിടും. അതുപോലെ നമ്മളോട് ചോദിക്കും, എന്റെ അടുത്തേക്ക് വരാൻ റെഡിയാണോ, കൈവന്തിച്ചോ. എന്നാലും കൈവന്തിക്കാൻ നമുക്ക് ഭയങ്കര മടിയായി. വേറെ ആരെങ്കിലും ഒക്കെ പോയിക്കോട്ടെ, എന്നിട്ട് ബാക്കി പിന്നെ മതി, ഇപ്പൊ വേണ്ട, പിന്നെ മതി. 46-ാമത്തെ വയസ്സിലാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരിക്കണ സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഈ ലോകത്തിലേക്ക് ഞാൻ ഒന്നുമില്ലാണ്ടാണ് വന്നത്. ഈ ലോകത്ത് നിന്ന് ഞാൻ കടന്നു പോകുമ്പോ ഒന്നുമില്ലാതെ തന്നെ കടന്നു പോയിക്കൊണ്ട്. ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും ഇല്ലാതെ ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകണമെന്നുള്ള തറയിൽ കിടത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ആശ്രമത്തില് ഒരിക്കൽ ഒരു കള്ളം വന്നപ്പോ ആശ്രമത്തിലാച്ചാ അന്ന് ഭക്ഷണം കഴിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ കള്ളന് കൊടുക്കുക ഒന്നും ഉണ്ടായില്ല. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് ഈ കള്ളനെ ആട്ടി പറഞ്ഞയച്ച് ആകെ ഉപദ്രവിച്ച് പറഞ്ഞയക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അസീസി ഇക്കാര്യം അറിയണേ. അപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ വന്ന കള്ളനെ ആട്ടി വിട്ടത് ഓർക്കണത്. വൈകുന്നേരമായപ്പോ കള്ളനെ അന്വേഷിച്ചു പോയി ഫ്രാൻസിസ് അസീസി. ശിഷ്യന്മാര് വിചാരിച്ചു ഇദ്ദേഹത്തിന് എപ്പോഴും വട്ടാണ്. പോയി ഈ ആശ്രമത്തിന്റെ പുറകിലുള്ള കാട്ടില്, പൈൻമരത്തിന്റെ കാട്ടില് ഈ കള്ളം പേടിച്ചൊളിച്ചിരിക്കുകയാണ്. അസീസിനെ കണ്ടു. അസീസി അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു. കൂടെ കൂട്ടി കൊണ്ടുവന്നു, ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. കുറച്ചാള് കഴിഞ്ഞപ്പോ അസീസിയുടെ ശിഷ്യന്മാരില് ഒരാളായിട്ട് ആ ആശ്രമത്തിൽ താമസിച്ചു. അപ്പം നമ്മള് ചെയ്യുന്ന കാര്യങ്ങള്, പറയുന്ന പ്രവൃത്തികള്, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവം, പെരുമാറ്റം, അതൊക്കെ അത് ഈശോക്ക് ഇഷ്ടമുള്ളതാണോ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ദിവസമാണ്. ഓക്കെ, ഓരോരുത്തരും ചെയ്യുന്നത് പല രീതിയിലാണ്. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അച്ഛൻ ഇതൊക്കെ പറയാം. അച്ഛൻ അവിടെ പള്ളിയിൽ പോയിരുന്നവർ, പള്ളിയിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. ഓരോ പള്ളിയിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർക്കും പല രീതിയിലാണ് ഈശോയെ പ്രഘോഷിക്കാനായിട്ട് പറ്റുക. ഏത് രീതിയിലാണെങ്കിലും ആ രീതിയിൽ ഈശോയെ, നല്ല രീതിയിൽ ഈശോയെ പ്രഘോഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ ഈശോ പറയുന്നുണ്ട്, ആടുകളല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്, നമ്മൾ ചെയ്യുന്ന ഭക്തകൃത്യങ്ങള് അത് കപട പ്രവൃത്തിയായി തീരും, ഫരീസേയര് ചെയ്യണ പോലെയായി തീരും.
ധ്യാനിക്കാൻ വന്നു, അത് രണ്ടാളെ കാണിക്കാലോ എന്ന് വിചാരിച്ചു വന്നതാ വെച്ചാൽ, അല്ലാണ്ട് ഇതിപ്പോ കേൾക്കാൻ വേണ്ടി വരണമെന്നല്ല. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നതിന്റെ പേരിൽ ഉപകാരമില്ല. നമ്മൾ എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുന്നു, 4 ആൾക്കാർ കാണൂലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാ. ചിലപ്പോ ഈ ഇടവകയില് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ കാശ് പിരിക്കാനായിട്ട് പോവും. അപ്പൊ ചില ആളുകൾക്ക് ഞാൻ കൊടുക്കണത് 1000 രൂപയാണെങ്കിൽ അത് യൂണിറ്റിലുള്ളവരറിയണം. അത് പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറയാൻ വെച്ചാൽ കൂടുതൽ ഇഷ്ടമായി, പറ്റുവാണെങ്കിൽ ഒരു ഫ്ലെക്സും കൂടി അടിച്ചു വയ്ക്കണം അച്ഛൻ. അതുകൊണ്ട് എന്താ ഉപകാരമില്ല. ഈശോ പറയാണ് അവനുള്ള പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ദാനധർമ്മം അതൊക്കെ കൂടുതൽ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ രഹസ്യമായിരിക്കട്ടെ. അപ്പൊ നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തി, പള്ളിയിൽ ഈ സമയത്തൊക്കെ നിങ്ങൾക്കറിയാം, കുടുംബ കൂട്ടായ്മയില് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന സമയമാണ്. ഞാനില്ല, എനിക്ക് പറ്റില്ല, ഞാൻ വരില്ല. വല്ല കാരണം ഉണ്ടോ ചോദിച്ചേ? ഞാൻ ഒന്നുമില്ല. സ്വന്തം പള്ളിയിലൊന്നും ചെയ്യില്ല, പക്ഷെ ബാക്കിയുള്ളടത്തൊക്കെ പോയിട്ട് ചായ കൊടുക്കാൻ നിൽക്കും, മറ്റു കാര്യങ്ങൾ ചെയ്യും, ക്യൂ നിൽക്കാൻ ഒക്കെ റെഡിയാണ്. ഇവിടെ പറ്റില്ല ചായ, ഇത് പറ്റില്ല. ഈശോ പറഞ്ഞിട്ടില്ലേ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നു, അത് കാരണം ഞാൻ സ്വന്തം നാട്ടിലോ. നമ്മൾ ചെയ്യണമെന്നേ അവഗണിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. കൈക്കാരനാവാൻ പറ്റില്ല അച്ഛാ, അത് പറ്റില്ല, അത് പാടാണ്. കാശെണ്ണാൽ കുഴപ്പമുള്ളത് കൊണ്ടല്ല, എന്ത് ഞായറാഴ്ച കൂടെ കിട്ടാൻ പോകുന്നത് മാക്സിമം ഒരു 7000, 6000 അല്ലെങ്കിൽ ഒരു 10000 രൂപ അത് എണ്ണാൻ കുഴപ്പമില്ല. പക്ഷെ അത് പറ്റില്ല, അത് ബുദ്ധിമുട്ടാ. പക്ഷെ ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ നന്മയുണ്ടാവുക. നിങ്ങളെ കുറ്റൊക്കെ പറയും. അപ്പോ മത്തായിയുടെ അഷ്ടസൗഭാഗ്യങ്ങൾ ഓർക്കണം. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും, ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവഹേളനങ്ങളും പീഡനങ്ങളൊക്കെ നിങ്ങൾക്ക് ആനന്ദത്തിനുള്ള, ആഹ്ലാദത്തിനുള്ള വകയാണെന്ന് നിങ്ങൾ ഓർക്കണം. നമ്മൾ ഈ നല്ല ഇടയനാവാൻ പോകുമ്പോ ഈ നല്ല ഇടയനാകേണ്ട നമ്മൾ കണ്ടല്ലോ തുടക്കം മൊളോക്കയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ഡാമിയൻ ചെയ്തത്. അദ്ദേഹത്തെ പോലെ ആവാൻ പറ്റണം. മദർ തെരേസ എന്താ ചെയ്തത് നമുക്കറിയാം അല്ലേ? വാഴ്ത്തപ്പെട്ട റാണി മരിയ എന്താ ചെയ്തത് നമുക്കറിയാം. അവിടെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴും സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, സ്വർഗത്തിൽ പോകാനുള്ള ആ ഇടയ്ക്കുള്ള ശുദ്ധീകരണ സ്ഥലം ഇല്ലാണ്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ശുദ്ധീകരണ സ്ഥലത്ത് എത്ര നാള് കിടക്കുന്ന ആർക്കറിയാം. ആരെങ്കിലും പ്രാർത്ഥിച്ചാലല്ലേ. ചിലപ്പോ നമ്മളെങ്ങാനും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കല്ലറ വെക്കും, വർഷത്തിൽ ഒരിക്കൽ വന്ന് എത്തിച്ച് നോക്കിയെങ്കിലായി, ഇല്ലെങ്കിൽ ഇല്ല കേട്ടാ. അല്ലെങ്കിൽ മറ്റേ നവംബർ 2-ാം തീയതി നമ്മൾ ഒരുമിച്ച് കൊല്ലുന്ന പൊതിയൊപ്പൂസിന്റെ ഭാഗം നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്യണം. അത് പ്രാർത്ഥനയായിട്ടാണെങ്കിലും, മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്യണം. അതുകൊണ്ടാണ് ഈശോ പറയണേ, വിധവയുടെ കൊച്ചുകാശ് അത് കൊടുത്തത് അവൾക്ക് കഴിക്കാനുള്ള ബ്രെഡ് വാങ്ങാനുള്ള കാശ് ഇതാണ് എടുത്തു കൊടുത്തത്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. നമ്മളാണെന്ന് എന്ത് ചെയ്യും? ഒയ്യോ, ബ്രെഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, നിങ്ങൾ ബ്രെഡ് വാങ്ങിച്ചോ, ഒരു ബ്രെഡിനുള്ള കിട്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ടാകുന്ന ഈ ദാനധർമ്മം ചെയ്യുന്നതൊക്കെ നമ്മുടെ പാപ പരിഹാരത്തിനുള്ള ഒരു പരിഹാര മാർഗം കൂടിയാണ്. അപ്പോ ഈ പ്രവർത്തികളിലൂടെയൊക്കെയാണ് നമ്മൾ ഈ സ്വർഗത്തിൽ പോകാനുള്ള കുറുക്ക് വഴി. കൊച്ചു ത്രേസ്യ പറയുന്നുണ്ട്, സ്വർഗത്തിൽ പോകാനുള്ള കുറുക്ക് വഴി അതൊക്കെ തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോ സ്വർഗത്തിൽ പോകാനുള്ള വലിയ ആഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യണം മറ്റുള്ളവർക്ക്. അത് പ്രാർത്ഥന കൊണ്ടായിരിക്കട്ടെ, മറ്റു രീതിയിലായിക്കോട്ടെ, നമ്മളുടെ ശുശ്രൂഷകളിലൂടെ ആയിരിക്കോട്ടെ, ഏത് വിധേനയാണെങ്കിലും നമ്മളെ കൊണ്ടാകുന്ന സഹായങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സന്നദ്ധരാകണം. അത് ഇടവകയിലാണെങ്കിലും മറ്റു ഭക്ത സംഘടനകളിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഒക്കെ അത് നമ്മൾ ചെയ്യണം. അത് ചെയ്തതിന്റെ പേരിൽ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞോണ്ട് അത് അവർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളല്ലാണ്ട് ആവണില്ലല്ലോ. അത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ ഈ ജെന്യൂനിറ്റി ഒന്നും നഷ്ടപ്പെടുന്നില്ല.
അപ്പോ ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ വരുന്ന ഈശോ. അപ്പോഴാണ് നമ്മൾ ഈ ദേവാലയത്തിൽ അല്ലെങ്കിൽ ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ വരുന്ന ഈശോ, ആ ഈശോയുടെ മരണം ആഘോഷമാക്കി മാറ്റുന്നു, മരിക്കാൻ റെഡി ആയിട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ ഈ ജീവിതവും അത് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, സ്വർഗം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി, അതിനാണ് വിശുദ്ധരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ള വലിയ പാഠങ്ങൾ. വിശുദ്ധര് നമ്മളെപ്പോലെ ഈ ലോകത്ത് ജീവിച്ച മനുഷ്യർ തന്നെയാണ്. ഈ ലോകത്ത് ജീവിച്ച് അവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. അതിനുള്ള എല്ലാ വഴികളും നമുക്കറിയാം, പക്ഷെ നമ്മളത് ചെയ്യില്ല. എല്ലാ വഴികളും നമുക്കറിയാം, സുവിശേഷം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, സുവിശേഷമൊക്കെ കേൾക്കും, പക്ഷെ ചെയ്യില്ല. അപ്പൊ നമുക്കൊരു കാര്യത്തിനും കൂടി വേണ്ടി പ്രാർത്ഥിക്കാം, ഈ സുവിശേഷത്തിലുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ചില മനുഷ്യന്മാരുണ്ട്, പള്ളിയിൽ വലിയ കാര്യമൊക്കെ പറയും, വീട്ടിലൊന്നും വേണ്ടില്ല. പള്ളിയിൽ വലിയ കാര്യം പറയും, സംഘടനയിൽ വലിയ കാര്യം പറയും, പുറത്ത് 4 ആൾക്കാർ കൂടിയിരിക്കുമ്പോഴേക്കും വീട്ടിൽ ഒരക്ഷരം വേണ്ടില്ല. ആദ്യം വീട്ടിൽ പറയണം, പറ്റുവാണെങ്കിൽ. ചില വീടുകളിൽ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങളെ കൊണ്ടാകുന്ന നന്മകൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ നല്ല അമ്മയാവണം, നല്ല അപ്പനാവണം, നല്ല മനുഷ്യരാകണം. ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ദൈവം ഇടപെടാൻ നമ്മൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ സുവിശേഷത്തിലെ ഈശോയെ പോലെ നല്ല ഇടയനായി തീരാൻ, വിശുദ്ധരെ പോലെ ഒരുപക്ഷെ ഈ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാനായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ, അത് വലിയ രക്തസാക്ഷിത്വമാണ്. അതിന് റെഡിയാണെങ്കിൽ തന്നെ പിന്നെ ശുദ്ധീകരണ സ്ഥലം ഉണ്ടാവില്ല കേട്ടാ. ഇത് ഭാഷാണ്ടതയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. അത് നമ്മൾ അറിയാത്ത ആൾക്കാരെ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഭർത്താവ് നമ്മുടെ മുഖത്തേക്ക് നോക്കില്ല, വേഗം കയറി ഓടിക്കയറിക്കോളാൻ പറയും സ്വർഗത്തിലേക്ക്. ഒരൊറ്റ സ്ഥലത്ത് നിൽക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 100 സ്ഥലത്ത് നിൽക്കേണ്ടി വരും. ഓക്കെ, നമുക്കുള്ള പ്രശ്നം, നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മുടെ ഒക്കെ ചെയ്യും, ഒക്കെ ശരിയാവണില്ലല്ലോ, ആവലാതിയാണല്ലോ, പരിഭവമാണല്ലോ, ആകെ പ്രശ്നമാണല്ലോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം എന്റെ ആത്മാവ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. നിങ്ങൾ എന്റെ ആത്മാവ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടണ പെൻഷൻ തുക ദാനധർമ്മം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനധർമ്മം ചെയ്തോ, യാതൊരു കുഴപ്പമില്ല. ഭക്ഷണം കഴിക്കാൻ വേണട്ടാ, കുറച്ച് ഭക്ഷണം കഴിക്കാനുള്ള എടുത്ത് വെച്ച് ബാക്കിയുള്ളത് കൊണ്ടുപോയി മക്കൾക്ക് കൊടുക്കാൻ നിൽക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഒന്നും ഉണ്ടാവുമില്ല, നിങ്ങൾക്ക് നന്മയുണ്ടാവും. അപ്പൊ അതിന് നമ്മൾ റെഡി ആവണം. നമ്മുടെ നാട്ടിൽ അത് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര മൽപ്പിടുത്തമാണ്. അതിന് പറ്റില്ല നമ്മുടെ അമ്മമാർക്ക് അപ്പന്മാർക്കും. അത് ചെയ്യണം. നിങ്ങൾ നന്നായിട്ട് ജീവിക്കുക, ഇനിയുള്ള കുറച്ച് നാൾ നന്നായിട്ട് ജീവിക്കുക. നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചോ, അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചോ. മക്കള് നന്നായിട്ട് വാങ്ങിച്ചു തന്നിട്ട് ചിലപ്പോൾ കഴിച്ചു എന്നൊന്നും വരില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വായിച്ച് കഴിച്ചോ, എന്നിട്ട് സന്തോഷത്തോടെ ജീവിച്ചോ. കുർബാനയൊക്കെ കാണുക, പ്രാർത്ഥനകൾ കൊല്ലുക, ജപമാല നന്നായിട്ട് ചൊല്ലുക, നന്നായിട്ടിരിക്കുക. നിങ്ങളുടെ ആത്മാവിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള പരിഹാരമായിട്ട് അങ്ങോട്ട് ചെയ്യുക. നേരെ സ്വർഗത്തിൽ പോവാം, നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ പോയിട്ട് കാണാം, കണ്ടുമുട്ടാം. ധ്യാന കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് കാര്യമില്ല, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. നമ്മള് സ്വർഗത്തിൽ ഒരുമിച്ച്. ഈശോ ശിഷ്യന്മാരെ 70 പേരെ വിട്ടു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ അവര് ഭയങ്കര സന്തോഷത്തോടു കൂടി ഈശോയോട് പറഞ്ഞു, എന്താ പറഞ്ഞേ, ഞങ്ങള് പ്രാർത്ഥിച്ചപ്പോ കുറെ പേരുടെ രോഗം മാറി, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ കുറെ പേരുടെ പിശാചുക്കളൊക്കെ പോയി, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ കുറെ പേർക്കൊക്കെ സന്തോഷം ഉണ്ടായി. അപ്പൊ ഈശോ പറഞ്ഞത് എന്താണെന്നറിയോ, ആ കാരണത്താൽ നിങ്ങൾ സന്തോഷിക്കണ്ട. പിന്നെ എന്തിനാ സന്തോഷിക്കണ്ടേ? നിങ്ങളുടെ പേരുകള് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് സന്തോഷിച്ചാൽ മതി. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ഒരാൾ ഇടിഞ്ഞുകൊള്ളിന് വീണു, അയാളുടെ പിശാച് പോയതുകൊണ്ടല്ല, ഒരാൾ പ്രാർത്ഥിച്ചു ഒരാൾക്ക് സൗഖ്യം കിട്ടിയത് കൊണ്ടല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്ഭുതം നടത്തിയത് കൊണ്ടല്ല, അത് കിട്ടിയത് കൊണ്ടല്ല, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു. നമ്മുടെ പേര് സ്വർഗത്തിലുണ്ടോ ഒന്ന് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. തോമാസ് ലീഗ് കർത്താവിന്റെ പാർശ്വത്തിൽ തൊട്ടു. തോമാസ് ലീഗ് ശിഷ്യന്മാരോടാണ് പറഞ്ഞത്, എന്താ പറഞ്ഞേ, അവന്റെ കൈകളിലെയും കാലുകളിലെയും ആണിപ്പഴുതുകളും
അവന്റെ പാർശ്വത്തിലും മുറിവും കാണാം. അവിടെ തൊടാണ്ട് ഞാൻ വിശ്വസിക്കില്ല. അത് കഴിഞ്ഞപ്പോ തോമാസ് ലീഹ ഉള്ള സമയത്ത് 8 ദിവസം കഴിഞ്ഞപ്പോ പ്രത്യക്ഷപ്പെട്ടപ്പോ ഈശോ എന്താ പറഞ്ഞേ? തോമാസേ, നീങ്ങട് വന്നേ, നീങ്ങട് വായോ. ഈശോ അവിടെ ഉണ്ടായിരുന്നില്ല ഇത് പറഞ്ഞ സമയത്ത്. ഒന്നാമത് അടച്ചിട്ടിരിക്കുന്ന റൂമിലാണ് ഈശോ പ്രത്യക്ഷപ്പെട്ടത്. രണ്ടാമത് വന്ന വഴിക്ക് ഈശോ പറയാ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തോമാസ് നീങ്ങട് വായോ. എന്നിട്ട് നീ കണ്ടോ, അതെ ഇതെന്റെ കയ്യിൽ തന്നെയാണ്, നീങ്ങട് വായോ. ഈ മുറിവ് കണ്ടപ്പോ തന്നെ തോമാസ് ലിഹയ്ക്ക് മനസ്സിലായി ആ മുറിവിന്റെ ഉള്ളില് തോമാസ് ലിഹ ഉണ്ടെന്ന്. അതുകൊണ്ട് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. പിന്നെ എന്താ മിണ്ടിയെന്നറിയോ? എന്റെ കർത്താവേ, എന്റെ ദൈവമേന്ന്. മുറിവിന്റെ ഉള്ളില് നമ്മളുണ്ടോന്ന് നോക്കിയാൽ മതി. ഈശോയുടെ ഏട്ടാ, ഈശോ നമുക്ക് കുറെ മുറിവുണ്ട്, ആ മുറിവല്ല, ഈശോയുടെ മുറിവിന്റെ ഉള്ളില് നമ്മളുണ്ടോ നോക്കാം. ഈശോയുടെ മുറിവിന്റെ ഉള്ളില് നമ്മളില്ലെങ്കിൽ പ്രശ്നമാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് തോമാസ് ലിഹയ്ക്ക് പറഞ്ഞതുപോലെ നമുക്കും തോമാസ് ലിഹയെ പോലെ, തോമാസ് ലിഹ പറയുന്നുണ്ട് നമുക്ക് അവനോട് കൂടെ പോയി മരിക്കാമെന്ന്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈശോയെ പോലെയായി തീരാൻ, സ്ലേഹന്മാരെ പോലെയായി തീരാൻ, വിശുദ്ധരെ പോലെയായി തീരാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കരുണവാനായ ഈശോയെ, ഈ വിശുദ്ധ ബലിയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെക്കാൾ ഉപരിയായി ഈശോയെ, നിന്റെ ഹൃദയത്തിൽ ഞങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്ന് ഉറപ്പിക്കാനുള്ള രീതിയിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകള്, ദുരിതങ്ങള്, വേദനകള്, സങ്കടങ്ങള്, രോഗങ്ങള്, അസ്വസ്ഥതകള്, തിന്മയുടെ പീഡകള്, ഇതെല്ലാം ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇവയുടെ ഒക്കെ നടുവില് ഈശോയെ നിന്നെ അനുഗമിക്കാനും നിന്റെ കൂടെ ഇരിക്കാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലെ ഒരുമിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.